സംവിധായകൻ അഖിൽ മാരാർ 2020-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി ചെയർമാൻ സാബോം ജേക്കബ് പറഞ്ഞു. താൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും BJPയുമായി 2020-ൽ ചേരുന്നത് നാടിന്റെ വികസനം മുന്നിൽ കണ്ടാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. നമുക്ക് അഖിലിനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അഖിൽ മാരാർ കേരളത്തിലെ നമുക്ക് ഒരിക്കലും ആരോടും അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാൾ ഈ പാർട്ടിയിലേക്ക് ഇന്ന് ചേരുകയാണ് എന്നുള്ള കാര്യമാണ് സന്തോഷപൂർവ്വം അറിയിക്കാനായിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020-യുടെ സ്ഥാനാർത്ഥിയായിരിക്കും. അത് എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം NDAയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മാത്രമേ അനൗൺസ് ചെയ്യുകയുള്ളൂ. അടിസ്ഥാനപരമായിട്ട് എൻ്റെ ചിന്തയിൽ കൂടുതലും ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് 2020-യുടെയും NDAയുടെയും BJPയും തമ്മിലുള്ള ഒരു ലയനം വരുന്ന സമയത്ത് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തലമുറ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊപ്പം നിന്നുകൊണ്ട്, അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത്. ഗോപിക അരവിന്ദ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ഗോപിക, നേരത്തെ തന്നെ അഖിൽ മാരാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. എന്താണ് 2020-യുടെ ലക്ഷ്യം? അത് തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ വരുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ അഖിൽ മാരാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വന്നിരുന്നു. അദ്ദേഹം കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നും അതുപോലെ തന്നെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകും, കോൺഗ്രസിലേക്കാണ് പോകുന്നത് എന്നുള്ള പല ചർച്ചകളും വന്നിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം ഇപ്പോൾ വിരാമം വിട്ടുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ 2020 ഭാഗമായിരിക്കുകയാണ്. കൂടാതെ തന്നെ പാർട്ടിയുടെ സാബു ജേക്കബ് ഇപ്പോൾ ഔദ്യോഗികമായി 2020-യിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് അഖിൽ മാരാരെ. കൂടാതെ തന്നെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതും ഉറപ്പു വന്നിരിക്കുകയാണ്. എന്നാൽ ഏത് മണ്ഡലത്തിലാണ്, കൊട്ടാരക്കരയാണോ അല്ലെങ്കിൽ കൊല്ലം മണ്ഡലങ്ങളിലാണോ മത്സരിക്കുക എന്നതിന് വ്യക്തമായ ഉത്തരം തന്നില്ല. അതെന്തായാലും NDA, കാരണം ഒരു സ്വതന്ത്ര പാർട്ടിയല്ല, ഇപ്പോൾ BJPയുമായി ലയിച്ചുകൊണ്ടാണ് 2020 നിൽക്കുന്നത്. അപ്പോൾ ഏത് നിയമസഭാ മണ്ഡലത്തിലായിരിക്കും നിൽക്കുക എന്നതിൽ പറ്റിയൊരു ധാരണ ഇപ്പോൾ ആയിട്ടില്ല. കാരണം NDA ആയിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുക എന്നതാണ് അഖിൽ മാരാർ പറഞ്ഞത്. കൂടാതെ തന്നെ അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ വികസനത്തിനായി മുന്നോട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ചേർന്നതെന്നുമാണ്. കൂടാതെ തന്നെ ഈ കോൺഗ്രസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ അഖിൽ മാരാർ പല കോൺഗ്രസ് പരിപാടികളിലും കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ഈ കോൺഗ്രസിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിനൊരു മറുപടിയായി പറഞ്ഞത് എന്തെന്നാൽ ഈ രമേശ് ചെന്നിത്തലയുമായും അതുപോലെ തന്നെ സതീശനുമായും ഒക്കെ VD സതീശനുമായും എല്ലാം ഇത്തരത്തിലൊരു വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായ യോജിപ്പ് ഇല്ലെന്നാണ്. പിന്നെ അതുകൂടാതെ തന്നെ കോൺഗ്രസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നില്ല. ഇത് കൂടാതെ ഇപ്പോൾ ഈ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ്, നാടിന്റെ വികസനവുമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് അഖിൽ മാരാർ 2020 ചേരുന്നതെന്നും അതുകൂടാതെ തന്നെ ഒരു നിയമസഭയിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ജീന, ശരി. ഗോപിക അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.